ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു ഡിസ്റ്റൻ്റ് കസിൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പിറന്നാൾ സദ്യ എന്നൊക്കെ പറയില്ലേ, അതിന് ഞങ്ങൾക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എന്നാലും നമ്മൾ എല്ലാവരും പോകുന്നില്ല. ഞാൻ പോകുന്നുണ്ട്, ഉണ്ണി, പിന്നെ പാപ്പ, ഞങ്ങൾ മൂന്നാളും കൂടി ഓട്ടോയിൽ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ. അപ്പം ഞാൻ ഹെഡ് മസാജൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി കേട്ടോ. ഇപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം. എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് പാകമാവുന്നത്. ശരിക്ക് എനിക്ക് കറക്റ്റായി പാകമായിട്ടൊന്നുമില്ല, ഒരു സ്റ്റിച്ചൊക്കെ അഴിക്കേണ്ട വന്നു കേട്ടോ. ഞാൻ വണ്ണം വെച്ചപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് പാകില്ല, വണ്ണം കുറഞ്ഞപ്പോഴും പാകില്ല. രണ്ടിൻ്റെയും നടുക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാരണം കറക്റ്റ് അങ്ങോട്ട് എൻ്റെ പഴയ അളവിലോട്ട് ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ. എന്നാൽ പുതിയ കുറേ വലിയ ഡ്രസ്സൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ലൂസായി അങ്ങനെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. ഇതാണ് ഹൈലൈറ്റ് മോള്, കുട്ടല്ലൂരുള്ളതാണ്. തൃശ്ശൂർ വന്ന പുതിയൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഇവിടെ 6 തിയേറ്റർ എങ്ങാണ്ട് ഉണ്ട്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവാണ്, ഞാനും ഉണ്ണിയും. പിന്നെ നമ്മൾ ഒല്ലൂരിന്ന് കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടിയാണേ, അപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു. ഇപ്പം ഞങ്ങൾ റെയിൽവേ ട്രാക്കിലെത്തിയിട്ടോ. ഒല്ലൂർ ഭാഗത്ത് ട്രെയിൻ എന്തായാലും പോവും. അപ്പോൾ അത് കാരണം ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്ക് എന്നൊക്കെയാണ് പറയുന്നത്, ട്രാക്ക് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിൻ പോയിട്ട് വേണം തുറക്കാമെന്ന് വെച്ച് കാത്തിരിക്കുക. പക്ഷേ ഒരു ട്രെയിൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് പാപ്പ അവിടെ ലോട്ടറി എടുക്കാനായിട്ട് പോയിട്ടോ. പാപ്പ ഇങ്ങനെ കുറേ സ്ഥലത്തു നിന്ന് ലോട്ടറി എടുക്കുകയും, അപ്പോൾ നമ്മൾ ട്രെയിൻ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു ട്രെയിൻ, വലിയൊരു ട്രെയിനാണ്. എനിക്ക് തോന്നുന്നു ഇത് പാസഞ്ചർ ട്രെയിനല്ല, അത്യാവശ്യം നോർത്ത് വരെയൊക്കെ പോകുന്ന ഒരു ട്രെയിനായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു കേട്ടോ. വന്ദേ ഭാരത് ഈ കളറല്ല. ഞങ്ങൾ ഓട്ടോയിലിരുന്നു ഇതേ ചർച്ചയാണ്. അങ്ങനെ ട്രെയിൻ പോയിട്ടും ശരിക്കും റെയിൽവേ ട്രാക്കിൻ്റെ ഗേറ്റ് തുറന്നില്ല കേട്ടോ. അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അല്പം ചുറ്റി വളഞ്ഞ് പോവേണ്ടതായിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, കേക്ക് കഴിച്ചു, കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഫുഡ് കഴിച്ചു കേട്ടോ. ബിരിയാണി ആയിരുന്നു ഫുഡ്, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ശരിക്കും മത്ത് പിടിപ്പിക്കുമെന്ന് പറയില്ലേ, എനിക്കൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കര ബിരിയാണി ലവറാണ് കേട്ടോ. പക്ഷേ കുറേ കഴിച്ചാലും എനിക്ക് വയറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നെയ്യും ഡാൽഡയൊക്കെ ഒഴിച്ചിട്ടാണ് തോന്നുന്നു, പെട്ടെന്ന് വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഒപ്പം തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി അടിപൊളിയായിരുന്നു, എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് രണ്ടാൾക്ക്, എനിക്കും ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചോറ് വേണ്ടവർക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷേ ബിരിയാണി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന മോഡലിലാണ് ഞാനൊക്കെ. അത് കാരണം ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. പപ്പടം, പിന്നെ പൈനാപ്പിൾ, അതുകൂടാണ്ട് കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയാൽ പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കളഞ്ഞ് കണ്ണ് എഴുതിയതൊക്കെ ഉണ്ട്. എന്നാലും വീട്ടിലെത്തിയ പിന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോയി വീട്ടിലെത്തിയ പിന്നെ ആകെ വയ്യാത്ത മൂഡിലാണ് ഞാൻ ഉണ്ടാവുക കേട്ടോ. അതിന് ശേഷം തിരിച്ചെത്തിയ പിന്നെ അമ്മ ചോദിക്കും എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സംഭവങ്ങളൊക്കെയായിരുന്നു, ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനായിട്ട് പോയിട്ടോ. പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം വരുമ്പോഴും എനിക്ക് ഒട്ടും ഉറക്കം മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ മടിച്ചായി മാറുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമില്ലാതില്ല. പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ ഇന്ന് ഫങ്ഷൻ ഉണ്ടായിരുന്ന വീട്ടിലേ ഒരു കുഞ്ഞു പൂച്ച, ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളവിടെ പൂച്ചേനെ വളർത്തുന്ന കാരണം ഞങ്ങൾക്ക് പൂച്ചേനെ കണ്ട ഏകദേശം പ്രായമൊക്കെ തിരിച്ചറിയും. അങ്ങനെ ആ ഒരു പൂച്ച കുറേ നേരം ഞങ്ങളുടെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ ചേട്ടൻ എത്ര തവണ അതിനെ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇട്ടുമെന്നറിയോ. എന്നാലും ആ പൂച്ച ഈ ഫുഡ് കൊടുക്കണോടത്ത് വന്നിരിക്കും കേട്ടോ. ഞങ്ങളപ്പോൾ ആരും കാണാണ്ട് ചിക്കൻ പീസൊക്കെ അതിന് ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ച കേട്ടോ. അതിനെ കുറേ തവണ പുറത്തേക്ക് വെച്ച് എന്നിട്ടും കാര്യമില്ല. അപ്പം 4 മണിയായപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 3 എണ്ണം എടുത്തു. പിന്നെ ചമ്മന്തിയും സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഒപ്പം ഒഴിച്ച് ഇങ്ങനെ ഞാൻ 4 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡും കഴിച്ചു കേട്ടോ. ഞങ്ങളവിടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് ബാക്കി വന്നാൽ ഞങ്ങൾ 4 മണിക്ക് കഴിക്കാറുണ്ട്, ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കേട്ടോ. കാരണം ഇത് ഡെയിലി ഉണ്ടാക്കില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര അധികം ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സിനെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനൽ പുതിയതായി വന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഭയങ്കരധികം നന്ദി ഞാൻ പറയാണ്. പക്ഷേ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനും ഭയങ്കര നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങൾ മുമ്പത്തെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഉള്ളി, കുറച്ച് നാളികേരം. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്ത് ഒരു ബൈക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ബൈക്കൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഞാൻ ഇങ്ങനെ പറയാതിരിക്കുമ്പോഴേക്കും ഒരു പോക്ക് പോവും. പക്ഷേ നമ്മൾ പറഞ്ഞ ചമ്മന്തി ഉണ്ടാക്കുന്ന വിധമല്ലേ. ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നാളികേരം, കുറച്ച് പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഉള്ളിയാണ് മെയിൻ. ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയിൽ ഉള്ളിയായിരുന്നു മെയിൻ. അപ്പോൾ അതൊക്കെ ഇട്ട് അരച്ചിട്ട് ഒപ്പം ഞാൻ കുറച്ച് കുതിർത്ത കപ്പലിൻ്റെ ഒരു പിടിയോളം, ഒരു 10-15 മണിയോളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പലിൻ്റെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഉള്ള കാരണം ചേർത്തതാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ മൈക്ക് മ്യൂട്ടായിരുന്നു തോന്നുന്നു, സൗണ്ട് ഒട്ടുമില്ല. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു എൻ്റെ ശബ്ദം ഇവിടെ ലൈവായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമല്ലോ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്തു കേട്ടോ. സംഭവം ഒന്നും ഭയങ്കര നമ്മൾ കറങ്ങിയടിച്ച ദിവസമായിരുന്നു. കുറേ ബന്ധുക്കളെ കണ്ടു. പിന്നെ എനിക്കൊരു വഴിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്നാൽ എന്നെക്കൊണ്ട് ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയാണ് കേട്ടോ ശരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ബന്ധുവീട്ടിൽ പോയിട്ട് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി ബന്ധുവീട്ടിലാണെങ്കിൽ ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട് എൻ്റെ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള പ്ലേസായി എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് വീടെത്തുമ്പോഴേക്കും ഭയങ്കര വയ്യാണ്ടായ പോലെ, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതി എന്ന് തോന്നുന്നത് കേട്ടോ. പക്ഷേ വേറെ എൻ്റെ അമ്മയുടെ അവിടേക്കൊക്കെ പോയാലും എങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കസിൻസിൻ്റെ വീട്ടിൽ പോയാലൊക്കെ എനിക്ക് കൂടുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മോഡാണ്. പക്ഷേ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഏതാ ചോദിച്ചാൽ അതെൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ഈ കൈ ചൂണ്ടിയൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. ഒട്ടും സൗണ്ട് കിട്ടണില്ല വീഡിയോയിൽ. എനിക്ക് തോന്നുന്നു സെൽഫി ക്യാമറയിലാവുമ്പോൾ ഒട്ടും സൗണ്ടില്ല എൻ്റെ ഫോണിൽ കേട്ടോ. ബാക്ക് ക്യാമറ വെച്ചാൽ നല്ല സൗണ്ട് പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇരുട്ടാവുണ്ടോ? വേറൊരു സാധനം കാണിച്ചു തരാവേ. ഈ ചെടിയുടെ പേരാണ് കയ്യുണ്ണി എന്ന് പറയും. പിന്നെ നീലബൃങ്കാതിയോയിലെ ബൃങ്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോയിപ്പോൾ അവിടെ കുറേ ഇങ്ങനെ പാടം വക്ക് പോലെയാണ്, അവിടെ നിന്ന് പറിച്ചതാണ്. കണ്ടോ, ഇതിൻ്റെ പൂവ് തിരിച്ചറിയണം കേട്ടോ. ഇതുപോലത്തെ കുറേ വെള്ളപ്പൂവുള്ള ചെടികളുണ്ട്. ഏകദേശം ഒരു സൺഫ്ലവറിൻ്റെ ഒക്കെ പൂവ് പോലെയാണ് ഈ പൂവ്. പിന്നെ നീളനില പാപ്പയാണ് ഇത് പറിച്ചത്. അപ്പോൾ ഇത് കുറേ 5-6 കട പറിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ കാച്ചാനാണ് കേട്ടോ ഉണ്ണിക്ക്. ഇതപ്പോൾ മണ്ണൊക്കെ ഉണ്ട്, വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പം ഞങ്ങൾ ഓരോ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്ന നേരത്തായിരുന്നു ഇത് പറിച്ചപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയത് ഇതും കൊണ്ടാണ്. അപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങി, അവിടെ നിന്ന് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങി. അതിനുശേഷം ഇതൊക്കെ കൊണ്ടാണ് അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ചോദിച്ചത് എന്തിനാ അപ്പോൾ എണ്ണ കാച്ചാനാന്നൊക്കെ ഉണ്ണി പറയണ്ടായിരുന്നു. ഇന്ന് കാച്ചേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് അച്ഛ എണ്ണ കൊടുന്നില്ല കേട്ടോ. അച്ഛ വിചാരിച്ചില്ല ഇന്ന് ഇവള് പറിച്ചുകൊണ്ട് വരുന്നത്. അവൾ അച്ഛനോട് പറിക്കാനായിരുന്നു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പം എന്തായാലും ഇന്ന് കൊടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് രാത്രി കൊണ്ടുവരിക, ചിലപ്പോൾ ഇന്ന് കാച്ചുമായിരിക്കും, അല്ലെങ്കിൽ നാളെയോ. വേറെയും കുറേ സാമഗ്രികൾ, ചേരുവകൾ ഇതിൽ ചേർക്കണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എണ്ണ കാച്ചിയത് കണ്ടപ്പോൾ അവൾക്കും കാച്ചണമെന്നായി. പിന്നെ അത് മാത്രമേ, നമ്മൾ മുടി എന്ന് പറയുന്നത് കൊഴിയണമുണ്ട് കേട്ടോ. നമ്മൾ ടേക്ക് കെയർ ചെയ്യില്ലെങ്കിൽ അത് കൊഴിയുകയും ചെയ്യും. എൻ്റെ നോർമലി ഇപ്പോൾ എൻ്റെ അവളുടെയും നന്നായി കൊഴിയുണ്ട്. കാരണം എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ദിവസം ഇത്ര മുടി കൊഴിയും, അത് നോർമലാണ്. അതിൽ കൂടുതൽ മുടി കൊട്ടുന്നുണ്ടെങ്കിലാണ് അത് പ്രശ്നമാവുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ആകെ ഉറക്കമൂട് ദിവസമാണ് കേട്ടോ. അങ്ങനെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ എണ്ണ കാച്ചാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എണ്ണ കാച്ചുന്നത് സാധിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പക്ഷെ അവളുടെ മുഖം പെടാതെ വേണം എടുക്കാനെന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ക്യാമറ ഷൈ അല്ല, അതൊക്കെ അവരുടെ പ്രൈവസി ആണല്ലോ. ഞാൻ അപ്പം എൻ്റെ മുഖം മാത്രം കാട്ടിക്കൊണ്ട് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവളുണ്ടാക്കും,
അത് വേറെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ നാളെ തന്നെ ഉണ്ടാവും. അതുവരേക്കും ബൈ ബൈ ബൈ.